കോതമംഗലം രൂപതയുടെ കഴിഞ്ഞുപോയ 70 വർഷങ്ങളും നമുക്കേറെ പ്രിയങ്കരനായിരിക്കുന്ന അഭിവന്യ പുന്നക്കോട്ടിൽ പിതാവിൻ്റെ നവതിയും മെത്രാഭിഷേകത്തിൻ്റെ സുവർണ ജൂബിലിയും സ്നേഹധനനായ അമർത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ സപ്തതിയും അതുപോലെ കോതമംഗലം രൂപതയ്ക്ക് ഭാഗ്യമായി ലഭിച്ച പുതിയ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായിരിക്കുന്ന ജോഷി പൊട്ടയ്ക്കൽ പിതാവിൻ്റെ സ്വീകരണവുമെല്ലാം ഇവിടെ നമ്മൾ ആചരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാനുള്ള വലിയ ഒരു അവസരമാണ്. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പിറകോട്ട് നാം ചിന്തിക്കുമ്പോൾ കൃപയുടെ 7 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മുൻഗാമികളായ പിതാക്കന്മാരുടെയും പ്രഗത്ഭരായ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ നേതാക്കന്മാരുടെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും വിവേകത്തിൻ്റെയും കരുതലിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലങ്ങളാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളിൽ ദൈവസ്നേഹത്തിൻ്റെ വിത്തുകൾ അവിഭക്ത കോതമംഗലം രൂപതയിൽ 1956 രൂപമെടുത്ത് 57 ജനുവരി 10 ഉദ്ഘാടനം ചെയ്യപ്പെട്ട അവിഭക്ത കോതമംഗലം രൂപതയിൽ ദൈവസ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടപ്പോൾ അത് പള്ളികളായി, അത് പള്ളിക്കുടങ്ങളായി, ആശുപത്രികളായി, വഴികളായി, മറ്റ് സ്ഥാപനങ്ങളായി, അജപാലന കേന്ദ്രങ്ങളായി. യഥാർത്ഥത്തിൽ കോതമംഗലം രൂപത എറണാകുളം അതിരൂപതയിൽ നിന്ന് തിരിയുമ്പോൾ അന്ന് കുടിയേറ്റം ആരംഭിച്ചിരുന്ന ഹൈറേഞ്ചിൻ്റെ മണ്ണിനെ പറ്റിയുള്ള സവിശേഷമായ കരുതൽ ഈ രൂപത സ്ഥാപിച്ചവരുടെ മനസ്സിലുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട് ആരംഭം കുറിച്ച ഈ രൂപത ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വലിയ ഒരു രൂപതയായി പ്രവർത്തിക്കുകയായിരുന്നു. മോശയെപ്പോലെ പുറപ്പാടിൻ്റെയും വിഭജനത്തിൻ്റെയും പുതിയ രൂപത കെട്ടിപ്പടുക്കുന്നതിൻ്റെയും വെല്ലുവിളികൾ രൂപതയുടെ ആദ്യ മെത്രാനായിരുന്ന മാർ മാത്യു പൊത്തനാമൊഴി പിതാവ് ഏറ്റെടുത്തു. 20 വർഷക്കാലം ഈ രൂപതയെ അതിൻ്റെ പ്രാരംഭദശയിൽ വിവിധങ്ങളായ പദ്ധതികളോടുകൂടി അതിലേറെ പരിമിതികളുടെ മധ്യേ അഭിവന്യ പിതാവ് നയിച്ചു. ഇന്നത്തെ ദീപികയിൽ സപ്ലിമെൻറ്റിൽ നമ്മുടെ രൂപതയുടെ മുഖ്യ വികാരി ജനറലായിരിക്കുന്ന പയസ് മലയക്കണ്ടത്തിലച്ഛൻ പണ്ഡിതോചിതമായ ഒരു ലേഖനം അത് എഴുതിയിട്ടുണ്ട്. കോതമംഗലം രൂപതയുടെ ഡയറക്ടറിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ മനുഷ്യൻ്റെ കണ്ണിൽ പ്രത്യേകമായി പതിയുന്ന നിരവധിയായ സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് 1961 ഇടുക്കിയിലെ ഉടുമ്പൻചോലയിൽ നടന്ന കുടിയിറക്കിൽ, 1964 ചുരുളി കീരിത്തോട് പ്രദേശങ്ങളിൽ നടന്ന കുടിയിറക്കിൽ മാർ മാത്യു പൊത്തനാമൊഴി പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപതയൊന്നാകെ ഹൈറേഞ്ചിലെ ജനതയോടൊപ്പം നിലകൊണ്ടു എന്നുള്ള സംഭവം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1964 1961 1974 പിന്നീട് 90-കളിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടപ്പെട്ട ജനതയ്ക്ക് കൈത്താങ്ങാകുവാനായിട്ട് കൂടെ നിന്നത് അവിഭക്ത കോതമംഗലം രൂപതയായിരുന്നു. 1977 മുതൽ 2003 വരെ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിഭക്ത കോതമംഗലം രൂപത വലിയ പുരോഗതി കൈവരിച്ചതായിട്ട് നമുക്കറിയുവാനായിട്ട് കഴിയും.
നാം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കാരുണ്യ സ്ഥാപനങ്ങളിൽ, പള്ളികളിൽ, പള്ളിമുറികളിൽ, ദൈവവിളികളിലെല്ലാം വലിയ കുതിച്ചുചാട്ടമുണ്ടായ ഒരു കാലഘട്ടമാണ് ആ 26 വർഷങ്ങൾ. ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ അൾത്താരയുടെ മുന്നിൽ കൃതജ്ഞതയോടുകൂടി ആ കാലഘട്ടത്തെ അനുസ്മരിക്കുകയാണ്. ഒരു വിദഗ്ധ ശില്പിയെ പോലെ അടിത്തറയിട്ട മാർ മാത്യു പൊത്തനാമഴി പിതാവ് അടിത്തറയിട്ട രൂപതയെ സർവവും നൽകി പരിപാലിച്ച വ്യക്തിത്വമായിരുന്നു മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്. ഇടുക്കിയിലെ മുതിർന്ന തലമുറയുടെ മുന്നിൽ, ഇടുക്കിയിലെ 40കളിലും 50കളിലുമൊക്കെ ആയിരിക്കുന്ന വ്യക്തികളുടെ, അതിലും മുകളിലേക്കുള്ള ആളുകളുടെ മുന്നിൽ ഒരു മെത്രാൻ എന്ന സങ്കല്പവും സ്വപ്നവും കാഴ്ചപ്പാടുമെല്ലാം അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവിലൂടെയാണ് ഇടുക്കിക്കാർക്ക് ലഭ്യമായത് എന്ന് അവിടെയുള്ള പലരും പറയുകയുണ്ടായി. പിതാവ് നവതിയുടെ നിറവിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ ക്ഷീണം വകവയ്ക്കാതെ, ദൂരം വകവയ്ക്കാതെ ഞങ്ങളുടെ രൂപതയിലെ ഇടവകകളിൽ ഈ കഴിഞ്ഞ ദിവസം പോലും, പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ എല്ലാം വിവിധങ്ങളായ ആഘോഷങ്ങൾക്ക് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് കടന്നു വരുന്നത് ജനത്തിന് വലിയ ആവേശമാണ്, ജനത്തിന് വലിയ സ്നേഹമാണ്. പിതാവിനെക്കുറിച്ചുള്ള വളരെയധികം ഓർമ്മകൾ ആളുകൾ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. വളരെ നാമമാത്രമായിരുന്ന സ്കൂളുകളും സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന മലയോര മേഖലയെ സ്വയം പര്യാപ്തതയിലെത്തുന്ന രീതിയിൽ വളർത്തുവാനായി പിതാവിൻ്റെ ദീർഘവീക്ഷണം സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനുവരി മാസം 14-ാം തീയതി അഭിമന്യ പിതാവ് മുരിക്കാശ്ശേരിയിൽ ഇടുക്കി രൂപത അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ പറയുകയുണ്ടായി, ഞാനിതെല്ലാം വളർത്തിയെന്നെല്ലാം നിങ്ങൾ പറയുന്നത് വെറുതെയാണ്. എന്നാൽ പിതാവെ അങ്ങനെയല്ല. പിതാവിൻ്റെ വലിയ നേതൃത്വവും പ്രോത്സാഹനവുമാണ് പിതാവ് ഇൻ്റർവ്യൂകളിലൂടെ പറയുന്ന ആ കാര്യം. വൈദികരുടെയും സന്യസ്തരുടെയും കരങ്ങളിലൂടെയാണ് ഈ വളർച്ച സാധ്യമായത് എന്നത്. ദീർഘവീക്ഷണത്തോടുകൂടിയ നേതൃത്വം വഴി ഈ കോതമംഗലം പ്രദേശത്തെയും ഹൈറേഞ്ച് മേഖലയെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളർത്തുവാനായിട്ട് പിതാവിന് കഴിഞ്ഞു. സ്ഥാപനങ്ങളുടെ എണ്ണത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതെങ്കിലും ആ സ്ഥാപനങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള വളർച്ച ആത്മീയ അജപാലന മേഖലയിലുള്ള വളർച്ചയാണ്. ആത്മീയ അജപാലന മേഖലയിലുള്ള വളർച്ച അത് ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ കോതമംഗലം രൂപതയുടെ, അവിഭക്ത കോതമംഗലം രൂപതയുടെ ചരിത്രത്തിൽ വലിയ ആത്മീയ വളർച്ചയ്ക്ക് പിതാവിൻ്റെ കാലഘട്ടം, പിതാവ് 36 വർഷം ഈ രൂപതയുടെ സാരഥിയായിരുന്നു. അതിൽ 26 വർഷം ഇടുക്കിയും കോതമംഗലവും ഒറ്റ പ്രദേശമായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. യഥാർത്ഥത്തിൽ ദൈവവിളികളുണ്ടായ വലിയ വർധനവ് അത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ഒരു അടയാളമാണ്. നമ്മുടെ രൂപതയിൽ നിന്ന് എത്രയോ പിതാക്കന്മാരാണ് വിവിധ മിഷൻ രൂപതകളിൽ സേവനം ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരിൽ സത്യനാ രൂപതയിൽ സേവനം ചെയ്യുന്ന പിതാവുണ്ട്. അതുപോലെ തന്നെ ഇൻഡോറിലെ സേവനം ചെയ്ത് വിശ്രമജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന ചാക്കോ തോട്ടുമാരിക്കൽ പിതാവുണ്ട്. സത്യനാ രൂപതയുടെ പിതാവ് കോതമംഗലം കത്തീഡ്രൽ ഇടവകക്കാരനാണ് ഇപ്പോൾ. അദ്ദേഹം ഇടുക്കിക്കാരനായിരുന്നു. അതുപോലെ ഇറ്റാനഗർ രൂപതയുടെ പുതിയ പിതാവ് വടാട്ടുപാറ ഇടവകക്കാരനായ ബെന്നി വർഗീസ് പിതാവാണ്. ബൊങ്കൈകാവ് രൂപതയുടെ പിതാവ് നമ്മുടെ തൊട്ടടുത്തുള്ള നാടുകാണി ഇടവകയിലെ അംഗമായിരിക്കുന്ന പുല്ലോപ്പള്ളി പിതാവാണ്. അതുപോലെ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ പുതിയ പിതാവ് മീൻകുന്ന് ഇടവകക്കാരനാണെന്ന് എന്നെല്ലാം നമ്മളിവിടെ കേൾക്കുകയുണ്ടായി.
പ്രിയപ്പെട്ടവരെ, അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാണ്. ഈ പിതാക്കന്മാർ മാത്രമല്ല, ഏകദേശം 10ഓളം പിതാക്കന്മാർ നമ്മുടെ രൂപതയിൽ നിന്ന് മിഷനിൽ സേവനം ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് സന്യസ്തർ സേവനം ചെയ്യുന്നുണ്ട്. 1000ഓളം വൈദികർ വിവിധ രൂപതകളിലായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ കോതമംഗലത്തിൻ്റെ നല്ല നന്മയുടെ ഫലങ്ങളാണ്. അതുപോലെ ഈ രൂപതയിൽ നിന്ന് മേജർ സെമിനാരികളിൽ അധ്യാപകരായും റെക്ടർമാരായിട്ടും സേവനം ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ശില്പി ആവശ്യമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ദിശാബോധം നൽകുന്ന വ്യക്തിത്വം ആവശ്യമാണ്. ആ വ്യക്തിത്വമാണ് നാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. പിതാവ് പണ്ഡിതനാണ്. പിതാവിന് ഈ ഭൂമിയിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിത്വമാണ്. തൻ്റെ പാണ്ഡിത്യം മറ്റുള്ളവരിലേക്ക് പകരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുവാനായിട്ട് പിതാവിന് കഴിഞ്ഞു. സങ്കീർത്തനത്തിൽ 126 സങ്കീർത്തനം നാം ഇപ്രകാരം വായിക്കും: കർത്താവ് ഞങ്ങൾക്കായി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട പിതാവേ, ഈ നവതിയുടെ ഈ കാലഘട്ടത്തിൽ, മേൽപ്പെട്ട ശുശ്രൂഷയുടെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ പിതാവിന് പ്രത്യേകമായിട്ട് ഞങ്ങൾ നേരുകയാണ്. സങ്കീർത്തനം 92 സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കും: വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഫലം ചൂടി പുഷ്ടിയോടെ നിൽക്കും. അതാണ് എനിക്ക് പുന്നക്കോട്ടിൽ പിതാവിനെ കുറിച്ച് ഈ അൾത്താരിൽ ഓർക്കുവാനുള്ള ഏറ്റവും മനോഹരമായ വചനഭാഗം. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ സപ്തതി നമ്മൾ അനുസ്മരിക്കുകയാണ്. പിതാവ് കഴിഞ്ഞ 13 വർഷങ്ങളായി നമ്മുടെ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊത്തനാമൊഴി പിതാവും പുന്നക്കോട്ടിൽ പിതാവും മോശയെപ്പോലെ ഈ നാടിനെ നയിച്ചപ്പോൾ അവർ ഇട്ട അടിത്തറയിൽ വിദഗ്ധനായൊരു ശില്പിയെ പോലെ പണിതുയർത്തുന്ന നേതൃത്വമാണ് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റേത്. പ്രത്യേകിച്ച് പാവങ്ങളോടുള്ള കരുതലിലും നവീനമായ വെല്ലുവിളികളോടുള്ള പ്രതികരണത്തിലും പൊതുജീവിതത്തിൻ്റെ ഇടങ്ങളിലുള്ള ഇടപെടലിലും വൈദിക വിദ്യാർത്ഥികളോടുള്ള പരിഗണനയിലും വളരെയേറെ ശ്രദ്ധിക്കുന്ന പിതാവ് മെത്രാനാകുന്നത് 2013 പിതാവ് മെത്രാനാകുന്നതിന് മുമ്പും മെത്രാനായതിനു ശേഷവും എനിക്ക് വളരെയധികം പരിചയമുണ്ട്. എൻ്റെ സെമിനാരിയിലെ അധ്യാപകനായിരുന്നു അഭിമന്യ പിതാവ്. പ്രിയപ്പെട്ട പിതാവേ, അടിത്തറയിൽ വിശ്വസ്തനായ ശുശ്രൂഷകനായി ഈ രൂപതയെ അങ്ങ് പണിതുയർത്തുന്നതിൽ, പുതിയ കാൽവയ്പ്പുകൾ വയ്ക്കുന്നതിൽ, പഴയതിനെ കൂടുതൽ കൂടുതൽ പ്രശോഭിപ്പിക്കുവാനായിട്ട് എളിമയോടുകൂടി വ്യാപരിക്കുന്നതിൽ ഈ രൂപതാംഗങ്ങൾക്ക് മാത്രമല്ല, ഇടുക്കിയിലുള്ള ഞങ്ങൾക്കും സിറോ മലബാർ സഭയ്ക്കും ലാറ്റിൻ സഭയ്ക്കും മലങ്കര സഭയ്ക്കും വലിയ സന്തോഷമുണ്ട്. പുന്നക്കോട്ടിൽ പിതാവ് അവൻ്റെ കൃപയാൽ രൂപതയെ നയിച്ചു. മടത്തിക്കണ്ടത്തിൽ പിതാവ് സ്നേഹത്തിന് അവസാനമില്ല എന്ന ബോധ്യത്തിൽ പിതാവ് ഈ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപതയും സപ്തതി ആചരിക്കുകയാണ്. പിതാവും സപ്തതിയിലേക്ക് കടന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പിതാവ് സപ്തതി പൂർത്തിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രൂപത നമ്മെ നയിച്ച 3 വ്യക്തിത്വങ്ങളോട്, പൊത്തനാമൊഴി പിതാവിനോട്, പുന്നക്കോട്ടിൽ പിതാവിനോട്, മടത്തിക്കണ്ടത്തിൽ പിതാവിനോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം, നന്ദിയുണ്ടാകണം. ഈ സപ്തതികൾ, രൂപതയുടെ സപ്തതി, അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒന്നാണ്. പുന്നക്കോട്ടിൽ പിതാവിൻ്റെ പൗരോഹിത്യ മെത്രാഭിഷേകത്തിൻ്റെ ഗോൾഡൻ ജൂബിലി, അത് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ അഭിമാനമാണ്. ഈ 2 പിതാക്കന്മാരും ഭാരതസഭയിലെ 2 നക്ഷത്രങ്ങളാണ്. സിറോ മലബാർ സഭയ്ക്ക് വഴികാട്ടിയായ വിളക്കുകളായിരുന്നു. ഇപ്പോഴും അവർ നൽകുന്ന വെളിച്ചം വിവേകത്തിൻ്റെയും കരുതലിൻ്റെയും പക്വതയുടെയും വെളിച്ചമാണ്. രൂപത സപ്തതി ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഭൂതകാലത്തെക്കുറിച്ച് നന്ദിയോടെ ആയിരിക്കുവാനും വർത്തമാനകാലത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കുവാനും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോടുകൂടി മുന്നേറുവാനും ഇടവരട്ടെ. മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ കോതമംഗലം രൂപത മിഷൻ പ്രദേശങ്ങളിലേക്കും യാത്രയായി. ഒറീസായിലെ ഉത്കല മിഷൻ രൂപതയുടെ മിഷനാണ്. ജോഷി പട്ടക്കൽ പിതാവ് ആദ്യമായിട്ട് യൂറോപ്പിൽ ബിഷപ്പാകുന്ന ഒരു ഇന്ത്യക്കാരനായിട്ടാണ് ഞാൻ കരുതുന്നത്. അമേരിക്കയിലൊക്കെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകളൊക്കെ ബിഷപ്പായിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്പിൽ ജർമ്മനിയിലെ മൈൻസ് രൂപതയിൽ അദ്ദേഹം സഹായമെത്രാനാണ്. യഥാർത്ഥത്തിൽ കോതമംഗലം രൂപതയിൽ നിന്ന് ഞാൻ കരുതുന്നത് ഇനിയും മെത്രാന്മാരുണ്ടാകും. കാരണം വിശ്വാസത്തിൽ ആഴമുള്ള, വിവേകത്തിൽ ഉന്നതിയുള്ള, വിശുദ്ധിയിൽ ആഴപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ദൈവവിളികൾ സന്യാസ സഭകളെയും മിഷൻ രൂപതകളെയും ചൈതന്യവത്താക്കുമ്പോൾ ഇനിയും അവയെ നയിക്കുവാനായിട്ട് പിതാക്കന്മാരുണ്ടാകും. ജോഷി പട്ടക്കൽ പിതാവിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലിയിൽ ഇതെല്ലാം ഓർത്ത് നമ്മൾ നന്ദി പറയും. ഈ വ്യക്തിത്വങ്ങളിലൂടെ ഈ രൂപത മുന്നോട്ട് പോയപ്പോൾ നിരവധി പ്രഗത്ഭരായ വൈദികർ ഇവരോട് ചേർന്ന് പ്രവർത്തിച്ചു. അവരുടെ അധ്വാനം അതും നമ്മൾ ഓർക്കണം. രൂപത സപ്തതി ആചരിക്കുമ്പോൾ ഇവരുടെ കരങ്ങൾക്ക് ബലം പകർന്നിരുന്ന വൈദികർ, സമർപ്പിതർ, അൽമായ നേതാക്കന്മാർ. നമ്മുടെ രൂപതയിൽ നിന്ന് ധാരാളം അൽമായ നേതാക്കന്മാരുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, സാമൂഹിക മണ്ഡലത്തിലുണ്ട്, സാംസ്കാരിക മണ്ഡലത്തിലുണ്ട്. ഇടുക്കിയുടെ MP ആയിരിക്കുന്ന കോതമംഗലം ഇടുക്കി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഡീൻ കുര്യാക്കോസ്, ഇരുപതാംഗമാണ്. ഇടുക്കിയുടെ MP ആയിരുന്ന ഫ്രാൻസിസ് ജോർജ്, കോട്ടയത്തിൻ്റെ MP, അദ്ദേഹം ഇരുപതാംഗമാണ്. അതുപോലെ തന്നെ കോതമംഗലം MLA ശ്രീ ആൻ്റണി, അദ്ദേഹം ഈ ഇരുപതാംഗമാണ്. അതുപോലെ വേറെ MLA മാരുണ്ട്. ഞാൻ അവരുടെ എല്ലാം പേര് ഞാൻ പറയുന്നില്ല. മുൻ MLA മാരുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, സാമൂഹിക രംഗത്തുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്. അതുപോലെ തന്നെ ഉന്നതമായ സമൂഹത്തിന് ഉന്നത തലങ്ങളെല്ലാം ഉണ്ട്. ഇനിയും കോതമംഗലം രൂപതയ്ക്ക് അനേക കാലങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള വെളിച്ചമാണ് ഈ പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത്. അവർ നൽകിയ വെളിച്ചത്തിൽ, അവർ നൽകിയ ദിശാബോധത്തിൽ, അവർ നൽകിയ കാഴ്ചപ്പാടിൽ നാം മുന്നോട്ട് പോകുമ്പോൾ വലിയ കാര്യങ്ങൾ സീറോ മലബാർ സഭയിലും ഭാരതസഭയിലും ആഗോള സഭയിലും ചെയ്യുവാനായിട്ട് കോതമംഗലം രൂപതയ്ക്ക് കഴിയും. അതിനുള്ള എല്ലാ പ്രാർത്ഥനാശംസകളും ഇടുക്കി രൂപതയുടെ എളിയ ഇടയൻ എന്ന നിലയിൽ ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ഈ പിതാക്കന്മാരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്ദി അവർ നൽകിയ വെളിച്ചത്തെ കെടാതെ കാത്തു സൂക്ഷിക്കുകയാണ്. ഇവിടെ ഈ തിരി 50 വർഷത്തെ പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ പ്രതീകമാണ്. ഈ തിരി പോലെ പിതാവിൻ്റെ ജീവിതം കത്തിയെരിഞ്ഞതാണ്. ഇനിയും അനേക വർഷങ്ങൾ പള്ളിക്കാപ്പറമ്പി പിതാവിൻ്റെ 100ാമത് ജന്മദിനം ഈ കഴിഞ്ഞിടെയാണ് ആചരിച്ചത്. പിതാവിൻ്റെയും 100 വയസ്സും അതിനു ശേഷമൊക്കെ ആചരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പിതാവ് തീഷ്ണതയോടുകൂടി, ആരോഗ്യത്തോടുകൂടി ഈ ശുശ്രൂഷ തുടരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ കരങ്ങൾക്ക് ബലമുണ്ടാകാൻ പ്രാർത്ഥിക്കാം. ജോഷി പട്ടക്കൽ പിതാവിന് പുതിയ സാഹചര്യത്തിൽ, ജർമ്മനിയുടെ പശ്ചാത്തലത്തിൽ വളരെ മാതൃകാപരമായ ശുശ്രൂഷ ചെയ്യുവാനുള്ള ദൈവാനുഗ്രഹം, ദൈവകൃപ, അതിരില്ലാത്ത സ്നേഹം അവരിൽ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. കോതമംഗലം രൂപതയുടെ സഭയിലെയും സമൂഹത്തെയും സാന്നിധ്യത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഈ രൂപതാ ദിനം കൂടുതൽ ഊർജത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവാനുഗ്രഹം എല്ലാവർക്കും നേരുകയും ചെയ്യും.